എല്ലാവർക്കും ബെസ്റ്റ് ടോപ്പിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി എസ് ക്രോസിനെ കുറിച്ചാണ്. എസ് ക്രോസ് ആക്ച്വലി മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്രോസ് ഓവർ SUV ആണ്. ആദ്യം എസ് ക്രോസ് ഫിയറ്റിന്റെ 1.3 ലിറ്റർ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിനോട് കൂടിയാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ BS6 എമിഷൻ നോംസ് സ്ട്രിക്റ്റ് ആയതോടുകൂടി മാരുതിയുടെ 1.5 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനോട് കൂടിയാണ് എസ് ക്രോസ് ഇപ്പോൾ വരുന്നത്. 103 bhp ആണ് ഈ എഞ്ചിന്റെ പവർ. 138 Nm ടോർക്കും ഉണ്ട്. ആക്ച്വലി ഈ എഞ്ചിൻ മാരുതിയുടെ എർട്ടിഗ XL6 പ്രസ എന്നീ വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്സിൽ കമ്പനി അധികം ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും ഫ്രണ്ട് പ്രൊഫൈലിൽ വാഹനത്തിന് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സും LED DRLസും കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു സാധാരണ ഹാലജൻ ബൾബാണ്. സൈഡ് പ്രൊഫൈലിലും വാഹനത്തിന് അധികം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പക്ഷേ ഈ വാഹനത്തിന് റേ ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ റേ പ്രൊഫൈലിലും കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സ്മാർട്ട് ഹൈബ്രിഡിന്റെ ബാഡ്ജിങ് ഈ വാഹനത്തിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. റേ പാർക്കിംഗ് ക്യാമറയും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ലൈൻസ് ഉണ്ട്, പക്ഷെ അത് അഡാപ്റ്റീവ് ആയിരിക്കില്ല. 375 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയറിലാണെങ്കിലും ഇതിനു മുമ്പ് വന്ന എസ് ക്രോസിന്റെ ഫേസ് ലിഫ്റ്റിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ക്യാരി ഓവർ ചെയ്തു വരുന്നുണ്ട്. മാരുതിയുടെ 7 ഇഞ്ച് സ്മാർട്ട് പ്ലേ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത്, USB ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ക്രൂസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ മൈലേജ് വർദ്ധിപ്പിക്കാനായി എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റവും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ സിഗ്നലിലൊക്കെ വണ്ടി നിർത്തുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായി ഇഗ്നിഷൻ മോഡിലേക്ക് മാറുകയും തിരിച്ച് കാല് കൊടുക്കുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. വാഹനത്തിന്റെ റേ സീറ്റ്സിലേക്ക് വരുമ്പോൾ 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും റെയറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൈസ് ടാഗിൽ വരുന്നൊരു വാഹനമായിട്ടും റെയർ AC വെന്റ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. റേ സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിളും സ്പേഷ്യസും ആണ്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടി മാത്രമേ എസ് ക്രോസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വാഹനം 5 സ്പീഡ് മാനുവലിലും 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും അവൈലബിൾ ആണ്. 18.4 മുതൽ 18.55 വരെയാണ് ഈ വാഹനത്തിന്റെ ARAI ക്ലെയിംഡ് മൈലേജ്. പേൾ ആർട്ടിക് വൈറ്റ്, കഫീൻ ബ്രൗൺ, ഗ്രാനൈറ്റ് ഗ്രേ, പ്രീമിയം സിൽവർ, നെക്സ ബ്ലൂ തുടങ്ങിയ കളർ ഓപ്ഷൻസിൽ എസ് ക്രോസ് അവൈലബിൾ ആണ്. 8.4 ലാക്സിൽ തുടങ്ങി 12.4 ലാക്സ് വരെയാണ് എസ് ക്രോസിന്റെ പ്രൈസ് പോകുന്നത്. ഇന്നത്തെ മാരുതി സുസുക്കി എസ് ക്രോസിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.